ഹലോ ഗായ്സ്, നമ്മളിന്ന് വന്നേക്കുന്നത് പുതിയൊരു വ്ളോഗുമായിട്ടാണ്. സോ വിൽ ബി heading towards Eschsursur Lake. It's a beautiful lake situated in Luxembourg, and we'll be camping there for a day. ട്രെയിന് ബസ്സും ട്രെയിനൊക്കെ ആയിട്ട് 2-3-4 ബസ്സൊക്കെ കയറാനുണ്ട്. ഈ അറ്റത്തുനിന്ന് Eschsursur Lake, and we'll be camping there. So doner kebab, durum kebab, Mexican as Mexican. ബീഫിൻ്റെ ഒരു ഡിഷും നമ്മളിവിടെ ക്യാമ്പിങ് ഇനി ഒരു ട്രെയിൻ ഒരു ബസ്സല്ല. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? വാഷ്റൂമിൽ പോകണമെന്നല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് വലിയ കോൺട്രിബ്യൂഷൻ ഒന്നുമില്ല. ഞാൻ പോകുന്നുണ്ട് വിത്ത് മൈ ബാഗ് ഫുൾ ഓഫ് സ്നാക്സ്. സ്നാക്സും ചോക്ലേറ്റ് ഒക്കെ കുറേ വാങ്ങി ആകെ ഒരു ദിവസത്തേക്കാണ് പോകുന്നത്. അതൊക്കെ തന്നെ വേറെ ഓക്കെ, ബസ്സാ. 133 ചെറിയൊരു ഉള്ള വാനാ. ആ വാനിലാണ് കയറുന്നത്. ഞാനും സ്റ്റോപ്പിലെത്തി. ആൻഡ് വി ആർ ഓൺ അവർ വേ ടു ദ ക്യാമ്പ്. ഇതാ നേരെ താഴെ തന്നെ ഉണ്ട്. നല്ല രസമുണ്ട്. അതായത് ആൾക്കാർ പോകുന്നു അങ്ങോട്ട്. ഫുള്ളി പാക്ഡ് മോട്ടോർ ബൈക്കാവും ഒക്കെ. BM നൈസ്. BM, ഹാർലി. മുന്നിലേതാ പോയ നൈസ്. ഫുൾ ക്യാമ്പസ് വന്നുകൊണ്ടിരിക്കുക. നമ്മളെ ക്യാമ്പിങ് ഫസ്റ്റ് എന്താ പറയാനുള്ള നൈസ്. ഒരു വാനായിരുന്നു വേണ്ടേ ടെന്റിനും പകരം. കുഴപ്പമില്ല, നമ്മളെ കയ്യിൽ ടെന്റ് ഉണ്ട്. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ വാനിലാണ് വന്നത്. കൊണ്ടുപോകാൻ കാരവാൻസും അതിൻ്റെ മുന്നിലെ ടെന്റും അങ്ങനത്തെ സെറ്റപ്പൊക്കെ ആയിട്ടല്ല വരുന്നത്. ശരി, നമ്മൾ കണ്ടോ ഇത് ഇവരെ തന്നെ സംഭവമാണല്ലേ. വെള്ളം ഇങ്ങനത്തെ കുറേ സംഭവം ഉണ്ട് ഇവിടെ ഇതിനല്ലേ. പക്ഷെ അത് ഇത് രസം ഉണ്ടാവും അവിടെ തന്നെ ചെയ്താലോ, ടെൻറ്റ് ചെയ്താലോ. കാരണം ഇത് ലേക്ക് സൈഡ് അല്ലല്ലോ. നൈസ്. വാഷ്റൂമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. നിന്നെ പറ്റിച്ചതല്ലേ, വാഷ്റൂം ഒന്നും ഇല്ല പറഞ്ഞിട്ട്. എന്നോട് പറഞ്ഞേ ഓ പസൽ ദ ബ്യൂട്ടിഫുൾ അതാ സംഭവം ഇവിടെ തന്നെ. ഇതായിരിക്കും കോസ്റ്റ്ലി. കണ്ടോ, നമുക്ക് ടെന്റ്. സീ എന്ത് രസാ. തിരിച്ചു വരാം. ഞാൻ എക്സൈറ്റഡ് ആയി. ഇതാണ് നമ്മളെ ടെന്റ് പിച്ച് ചെയ്യാൻ പോകുന്ന സ്ഥലം. ടെന്റ് പിച്ചിങ് അല്ലേ പറയാ. ഇതാണ് സ്ഥലം. എന്നല്ല നമുക്ക് ഇവിടെ ഒരു കയാക്കിങ് ചെയ്യുന്നത്. കാരവാൻസിൽ ഇവർ വന്നതാണ്. ഈ കാരവാൻ ശരിക്കൊരു വീട് പോലെ അവരാ ചെയ്ത്. ഫെൻസ് ഒക്കെ വെച്ച് ഇവിടെ നമ്മൾ ഇനി പിച്ച് ചെയ്യണം. നമുക്ക് ഷീറ്റ് ഇല്ല. ഷീറ്റ് എൻ്റെ ബാഗിൽ. ഇത് നോക്കൂ, ഡക്കിനെ കണ്ടോ?
ഇവിടെ തിരിയോടി മുന്നോട്ട് എത്ര വാക്ക് വേണം. ഗായ്സ് അല്ലാ ഇത് നമ്മളെ ഫസ്റ്റ് ബെഡ് ശരിയായി. സെക്കൻഡ് ബെഡ് അതാണ് സ്ലീപ്പിംഗ് ബാഗ്. സോ ടെൻ്റ് ഓൾമോസ്റ്റ് ഔട്ട്സൈഡ് കംപ്ലീറ്റ് ആയി. ഇതും കൂടെ ബാക്കിയുള്ളൂ. ഇതാണ് നമ്മളെ കുഞ്ഞു ഹോം. ഫസ്റ്റ് ഹോം ടൂർ എടുക്കാൻ പോവാം. ഹായ്, ഇതാ നമ്മളെ സ്നാക്സ് കോർണർ. റൂമിൻ്റെ പകുതി അതാണ്. പിന്നെ അതെൻ്റെ ബെഡ്, ഇത് ഫസലിൻ്റെ ബെഡ്. നമ്മളെ ഇത് സിറ്റ് ഔട്ടിലെ വ്യൂ കാണിച്ചു കൊടുക്കുക. ആ അത് ശരി. ഇങ്ങനെ ഇരിക്കും. എന്തൊക്കെ ബ്യൂട്ടി. ഓക്കെ ബൈ. നമ്മൾ ട്രക്കിങ്ങിന് പോട്ടെ ഇനി. എവിടെയാ ട്രക്കിങ്ങിന് വന്ന? ട്രക്കിങ്ങിന് വന്ന സ്ഥലം ഏതാ? എവിടെ പോന്നെ? ഇപ്പോൾ നമ്മുടെ ഒരു ഹൈക്കിംഗ് സ്പോട്ട് ഉണ്ട്, അത് കയറും. അത് കഴിഞ്ഞിട്ട് നാളെ എഷ്സർസർ വില്ലേജും കാസലും ഒക്കെ. ഓക്കെ, ബ്യൂട്ടിഫുൾ. സോ നമ്മളിതാ ഒരു ട്രക്കിങ്ങിന് ഇറങ്ങാണ്. നമ്മൾ കുഞ്ഞു ടെൻറ്റ് കണ്ടോ? ഇവിടെ എല്ലാവരും വലിയ കാരവാൻ, എല്ലാവർക്കും വലിയ കാരവാനാണ്. നമ്മൾ നോക്ക്, നമ്മള് കുഞ്ഞു ടെൻറ്റ്. അയാൾ ഇന്ത്യനാന്ന് തോന്നുന്നല്ലേ. അയാളത് മാത്രമേ ലോക്കൽ വണ്ടി കേട്ടോ. ഹലോ ഗായ്സ്, അപ്പം നമ്മൾ ക്യാമ്പിംഗ് സൈറ്റിൽ നിന്ന് ഇറങ്ങി ലുഫ്റ്റ് ഹാസൻ എന്ന് പറഞ്ഞൊരു ഹൈക്കിംഗ് ട്രയലാണ് ചൂസ് ചെയ്തത്. സോ അത് ടോട്ടൽ എനിക്ക് തോന്നുന്നു ഒരു 10-12 കിലോമീറ്റർ ട്രയലാവും. കറങ്ങി ഒരു സർക്കുലർ ലൂപ്പാണ്. സോ വി ഹാവ് ഡിസൈഡഡ് ടു പിക്ക് ദാറ്റ് വൺ. എന്നിട്ട് തിരിച്ച് റൂമിലെത്തും. അങ്ങനെയാണ് പ്ലാൻ. ഇത് ഇവിടുന്ന് കുറച്ച് ഹൈറ്റിലേക്ക് ഭയങ്കര സ്റ്റീപ്പ് കയറ്റ കയറി കഴിഞ്ഞാൽ മൊത്തം താഴെ ഈ ഒരു എഷ്സുർസുർ വില്ലേജും ലേക്കൊക്കെ കാണാൻ പറ്റും. സോ മൂവിങ് ഓൺ, വിൽ കീപ് യു പോസ്റ്റഡ് ഓൺ എവറിത്തിങ്. സീ യു. ഇതാണ് എഷ്സുർസുർ ലേക്ക്. അത് എവിടുന്നാണ് വരുന്നത്? ഈ ലേക്ക് എവിടുന്നാണ് ഉത്ഭവിക്കുന്നത്? യെസ്, മീൽ ഇതൊക്കെ പഠിച്ചു പോയി. വെള്ളത്തിൽ ചാടിക്കോ, വെള്ളത്തിലിറങ്ങി നോക്ക്. എനിക്കല്ല വാട്ടർ പ്രൂഫ് ഷൂസ് ടെസ്റ്റ് ചെയ്യണം തന്നെ. എനിക്ക് നോക്ക്. കോൾഡ് വാട്ടർ. വലിയ ഡാമല്ലേ.
വലിയ നല്ല വെള്ളമൊന്നും അവിടെ ഒഴുകുന്നില്ലല്ലോ. യെസ്. ആൾക്കാർ നടക്കുന്നത്. ഗായ്സ്, ദിസ് ഈസ് ES11 റൂട്ട് ട്രാക്ക്. നമ്മൾ റോഡ് വിട്ട് ഫോറസ്റ്റിലേക്ക് കയറി. ആൻഡ് വിൽ ട്രൈ ടു ലൂപ്പ് ദിസ്. ഇതിലും എന്ത് തോന്നുന്നു? തിന്നാൻ പറ്റുമോ? ഇതൊക്കെ പെസ്റ്റിസൈഡ്സ് ഇല്ലാത്ത സാധനമാവും. തിന്നാൻ പറ്റുമെന്ന് മാത്രം പറഞ്ഞാൽ മതി, ഞാൻ തിന്നും. ഇത് ഇതായപ്പോ കറുത്തല്ലോ കളറ്. നീ തിന്നു, എന്നിട്ട് ഞാൻ നോക്കട്ടെ. ഞാൻ ചത്തുപോവാ. അതെ. ഗൈസ്, നീരു പിസ്ത കണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇതാണ് പിസ്ത, കണ്ടോ? ഓ, ഇത് ഇതായി കഴിഞ്ഞാൽ അത് എങ്ങനെ പിസ്താവും. ഉള്ളിൽ പിസ്ത ഉണ്ടോ? ഐ മീൻ ഇത് പോയതാണ്. മൊത്തം കൺഫ്യൂസിങ് ആണ് ഗൈസ്. ES8 ES11 ഡിഫറെൻറ്റ് ട്രയൽ റൂട്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മീറ്റ് ചെയ്തൊരു സ്ഥലം കണ്ട് കൺഫ്യൂസ്ഡായി. നമുക്കാണെങ്കിൽ ഈ 2 ട്രയലും അല്ല, നമ്മൾ വേറെ ഒരു കനത്ത ബിഗ്ഗർ ട്രയലാണ് നമ്മൾ ചൂസ് ചെയ്തത്. സോ ഇറ്റ്സ് ഗോയിങ് ടു ബി ക്രേസി. അപ്പോൾ നല്ലതായിട്ടുള്ള താഴെ ഇതിൽ കാണില്ല. ഇത് നമ്മൾ വന്ന വഴിയല്ലല്ലോ. ആകെ കൺഫ്യൂഷൻ ആക്കുന്നത്. നമുക്കാണെങ്കിൽ ആക്ച്വലി ES11 ES8 അല്ല. ലുഫ്താൻസ. അതിന് എവിടെ എത്തണം, എന്നിട്ട് ES11 വിടണം. ഓ, ശരിയാ. മറ്റേ സർക്യൂട്ട് നമ്മളപ്പോ എങ്ങനെ എപ്പോഴാ ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്തതിന്? നമ്മൾ ബ്രിഡ്ജ് ക്രോസ് ചെയ്തില്ല, നമ്മൾ നേരെ പോയി ഇവിടത്തേക്ക് എത്തി. ഇങ്ങനെ യു അടിച്ച ES8 ES11 ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. ഒന്നുകൂടെ കിട്ടാ. പിന്നെ പോരാണ് ഈ പറഞ്ഞത്. ഞാൻ എൻ്റെ സെക്കൻഡ് ടെക്നിക്ക് ഉപയോഗിച്ചു. അതിൽ എൻ്റെ ആക്ച്വലി നമ്മൾ ES11 എന്നിട്ടൊരു ട്രയൽ എടുത്തു. പക്ഷെ നമ്മൾ താഴെ റോഡെത്തി, മേലെ വന്ന് ഒരു ഡാമിൻ്റെ അടുത്ത്. ഡാം ഗൈസ് ആർ ഫിഷിംഗ്. കുറേ കിഡ്സ് ഇവിടെ ഫിഷ് ചെയ്യുന്നുണ്ട്. സോ പണിപ്പാളി 300 പ്രാവശ്യം ഞാൻ ഫസിനോട് പറഞ്ഞു നമ്മൾ വന്നിടത്തേക്കാ താഴെ ഇറങ്ങുന്നത്. അപ്പോൾ ആ ഫസിൽ പറഞ്ഞു അല്ല. എന്നിട്ടിപ്പോൾ ഇവിടെ എത്തിയേ നമ്മൾ ക്യാമ്പിങ് സൈറ്റിലെത്തി. ലൈക്ക് നമ്മളൊരു കഷ്ടിച്ചൊരു 2 കിലോമീറ്റർ നടന്നിട്ടുണ്ടാവും അല്ലേ? ഒരു 2 കിലോമീറ്റർ. ഇത് നമ്മളെ ക്യാമ്പിംഗ് സൈറ്റ് അല്ല. വേറൊരു ക്യാമ്പിംഗ് സൈറ്റ് കാണുമെന്നൊക്കെ പറഞ്ഞു അവൾ. ഓർമ്മയുണ്ടോ? Okay, then Fasil was right, guys. Okay. ഇത് വേറെ സ്ഥലം. നടന്ന് ഏതൊക്കെ ഗുഹേൻ്റെ ഉള്ളിലൊക്കെ നടക്കുന്നു. കാസ്ലെറ്റ് എത്തുന്നില്ല.
ഇവിടെ ഒരു ഓൾഡ് റിമെയിൻസ് ഓഫ് എ കാസിൽ ഉണ്ട്. നമ്മൾ അത് തപ്പി ഇറങ്ങിയതാ. സോ ഗൈസ് നമ്മൾ കാസിലേക്ക് പോവാണ്. ഇങ്ങനെ പോയി മേലെത്തണം. ഓക്കെ ലെറ്റ്സ് ഗോ എന്നിട്ട് ഓട്. നല്ലൊരു കാസിലാണ്. അപ്പോൾ ഇതിന് കുറേ റിമൈൻസ് ഉണ്ട്. അടച്ചിട്ടതാ ഗേറ്റ്. നോക്കാം, ഇത് വായിക്കാം. നമ്മൾ ഈ ഫോർട്ടില് കാസലിൽ എവിടെയോ ഇരിക്കുക. ഉണ്ട് കഴിക്കുക. അപ്പം നമ്മൾ കാസലിലെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി ഇങ്ങനെ താഴേക്കിറങ്ങി നോക്കണം. വഴി ഇതല്ല, നമ്മൾ ആ റൂട്ടിനെത്തും. മൊത്തത്തിൽ വഴി തെറ്റി അൽക്കുലത്തായി. മിലുവിനെ കൂടെ കൂട്ടി എന്നെ വേണം പറയാൻ. പ്ലാൻ ചെയ്തൊന്നും നടന്നില്ല, പക്ഷെ രസമുണ്ട്. പോകുന്നിടത്തോളം അങ്ങനെ കുഴപ്പമില്ലാതെ വ്യൂവൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ കാസലിൻ്റെ ഈ സൈഡെത്തി. ഇതിൻ്റെ മേലെ ഒരു വാച്ച് ടവറൊക്കെ ഉണ്ട്. വാച്ച് ടവറിൽ ഇരിക്കുക. ഇവിടെ ഇതൊരു പെണ്ണുമ്പിള്ള സ്റ്റാച്ചു കേൾക്കുന്നത് അറിയില്ല എക്സാക്ട്ലി. സംസാരിക്കുന്നെങ്കിലും ഇതിനെ പറ്റി. നമ്മൾ നേരത്തെ എത്തിയത് അവിടെയാണ്. അപ്പോൾ നമ്മൾ ഈ കാസിൽ കണ്ടിരുന്നു. നമ്മളിപ്പോൾ ഇവിടെ നമ്മൾ ഇവിടെ എത്തി. ഇപ്പോൾ ഈ സൈഡിൽ എത്തി. പക്ഷെ വഴിയുണ്ട്, ആൾക്കാരതാ പോകുന്നു. തോന്നുന്നു ഇതിന്റെ താഴ്ഭാഗത്തൂടെ പോയിട്ട് അവിടെ എത്തലായി. പക്ഷെ ഇത് എനിക്ക് തോന്നുന്നത് XTR വാലി. ഇങ്ങനെ നടന്ന് ഒരു വണ്ടിയൊക്കെ കയറി ഇവിടെ ഒരു സ്ഥലത്തെത്തിയതാ. ഇവിടെ നമുക്ക് ചാടാൻ പറ്റും, വെള്ളത്തിൽ ചാടാൻ പറ്റും. നമ്മളിനി വെള്ളത്തിൽ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല, ഡ്രസ്സൊന്നും പ്രിപ്പയർഡ് അല്ല. എന്നാലും ഇനി വെള്ളത്തിൽ ചാടിയിട്ട് തന്നെ ബാക്കി കാര്യം തീരുമാനിച്ച് വെള്ളത്തിൽ ചാടാൻ പോവുകയാണ്. ഒരിക്കലുണ്ടാകുന്ന എക്സ്പീരിയൻസാ. ഓ ഗായ്സ്, അതാകുമ്പോൾ എനിക്ക് അത്ര സീനില്ല, ഒക്കെ മാറ്റാം. ഐ മീൻ ഡ്രസ്സേ നീ നനഞ്ഞതിട്ട് തിരിച്ചു പോകേണ്ടി വരും. ഹലോ ഗായ്സ്, ഒന്നും കുത്തുന്ന പോലെ അല്ല, തടുത്തിട്ട് വയ്യ. ഞാൻ ജസ്റ്റ് കാല് നനച്ചതാ. വെള്ളത്തിനുള്ളിൽ ചാടിയതാ. മിലു ചാടിക്കില്ല, ഇത് ഭയങ്കര തണുപ്പുണ്ടോ ചാടത്തെ. എനിക്ക് പിന്നെ നല്ല തണുപ്പുണ്ട്. തണുപ്പ് മാത്രമല്ല, എനിക്ക് അടി കാണാത്തുള്ളൊരു പേടി. നല്ല ആയതുകൊണ്ട് സ്വിമ്മിങ് പൂളിൽ ഈ ലേക്കിലൊക്കെ ചാടി എൻജോയ് ചെയ്ത് ഞങ്ങളിതാ ഇങ്ങനൊരു ഇതുണ്ടോ ഒരു പറയുന്ന ഈ വാട്ടർ ഇസ് എക്സലൻറ്റ് വാട്ടർ ക്വാളിറ്റി എന്നാ. ചാടാൻ വേണ്ടി 3 സ്റ്റാർ. ഇത് എക്സലൻറ്റ്. ഓ നമ്മള് ചെറീസായത് നാട്ടിലെന്ത് ചെയ്യും, ഇത് ഷുഗർ സിറപ്പിലിട്ട് വെക്കും. ചെറീസിന് ടേസ്റ്റ് ആയിട്ടോ. ചെറീസ് ഭയങ്കര പൊടിയാണ്. നമ്മൾ വിചാരിക്കും ചെറീസ് ഏറ്റവും സ്വീറ്റാണ്, പക്ഷെ ചെറീസ് എന്തുകൊണ്ടാണ് സ്വീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിലത് അതിന് ഉപ്പല്ല പഞ്ചസാരയിൽ ഇട്ട് വെക്കും. അപ്പോൾ ഇതിൽ വേഗം പഞ്ചസാര പിടിക്കും. നല്ല റെഡ് കളറും അല്ലേ, നമ്മൾ അട്രാക്റ്റഡ് ആവും. അതാണ് ചെറീസ് കേക്ക്സിൻ്റെ മേലൊക്കെ വെക്കുന്നത്. ഹലോ ഗായ്സ്, അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ടെൻറ്റിലെത്തി. ഇനിയൊന്ന് ഫ്രഷായിട്ട് ഫുഡ് കഴിക്കാൻ പോകണം. ഫുഡ് കഴിച്ചിട്ട് തിരിച്ചൊന്ന് കിടന്നുറങ്ങണം. ഈ വ്യൂ ഒക്കെ കണ്ട് എല്ലാം അടിപൊളിയായിട്ട്. ഗായ്സ്, മീരോ സിഗരറ്റ് വലിക്കുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ സ്ലീപ്പിന് ശേഷം പോണം.
ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, പാക്ക് ചെയ്തിട്ട് എല്ലാം ട്രക്ക് ചെയ്ത് പോകും. ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു ഡേ 2 ഓഫ് അവർ ക്യാമ്പിംഗ്. നോക്ക് ദ വ്യൂ. ഐസ് വെള്ളം എന്നൊക്കെ പറഞ്ഞോണ്ടല്ലോ. ആ സ്വാനൊക്കെ അവിടെ പോയി. നമ്മൾ ടെൻറ്റ് ഇവിടെ കഴിച്ചു, ഓൾമോസ്റ്റ് സെറ്റായി. ഇനി ഇതൊക്കെ പാക്കായി. അപ്പോൾ ഇവിടുന്ന് പാക്ക് ചെയ്ത് ഞങ്ങൾ ഇറങ്ങുക വിത്ത് ലഗേജ്. നമ്മളിതവിടെ ഒരു ഡാർക്ക് ഡെൻസ് ഫോറസ്റ്റിലെത്തി. കാട് മൊത്തം ഫോറസ്റ്റ്. കയറുന്നതിനനുസരിച്ച് വ്യൂ ഇങ്ങനെ അടിപൊളിയായിക്കൊണ്ടിരിക്കുക. എല്ലാം കയറുന്നു, കരക്കെ കയറുന്നു. പക്ഷെ നല്ല കഷ്ടപ്പാടുണ്ട്, നല്ല ഹൈറ്റിലേക്കാണ് കയറുന്നത്. ഓക്കെ, എങ്ങനെയുണ്ട് മീലു? എൻ്റെ എക്സ്പീരിയൻസ് പറ. ഞാൻ വിചാരിച്ചത് ബാഗ് എടുത്ത് നടക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമ്മൾ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ കാണുമ്പോഴേക്കും ഈ ബാഗ് എടുത്ത് ഇങ്ങനെ നടക്കുന്നു. പക്ഷെ ആക്ച്വലി ഈ ബാഗ് വലിയ സീനുണ്ട് കേട്ടോ. കാരണം കുറേ നമ്മൾ ഇവിടെയൊക്കെ പോകുന്നുണ്ട്, കുഴപ്പമില്ല. പിന്നെ വെയിറ്റ് ഉണ്ട്, അപ്പം എന്തായാലും ഒബ്വിയസ്ലി ഒരു നോർമൽ നടക്കുന്നതിലും ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ കൊള്ളാം. എങ്ങനെയുണ്ട് ഇങ്ങനെ സ്റ്റീപ്പ് കയറ്റം കയറുമ്പോൾ? കാലൊക്കെ എങ്ങനെയുണ്ട്? ഓക്കെ, അടിപൊളി വ്യൂ ആണ്. ഈ മേലൊക്കെ എന്താണെന്ന് ഇവിടെ ഇരിക്കുകയാണോ അറിയില്ല. എന്തായാലും നമ്മൾ ഇവിടെ ഒരു 5 minutes റെസ്റ്റ്, വെള്ളമൊക്കെ കുടിക്കുക. നമ്മളിത് അവിടെ ഒരു പോയിന്റിലെത്തി. വ്യൂ നല്ല ബ്യൂട്ടിഫുള്ളാണ്. നമ്മൾ നല്ല സ്റ്റീപ്പ് കയറി കേട്ടോ. എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഇറങ്ങി അവിടെ ഇവിടെ എത്തും തോന്നുന്നു. സുർസുർ ഞാനറിയാണ്ട് വീഡിയോ കണ്ടോ. സ്റ്റാറിട്ട റോഡാണ് വീടിനടയാളം ശീമക്കൊന്ന. ഫുൾ കൺഫ്യൂഷനാ. ഈ സൈറ്റിൽ നിന്നുള്ള ഇങ്ങോട്ടും കാണിക്കുന്നുണ്ട്, ആരും അങ്ങോട്ടും വരുന്നുണ്ട്. അങ്ങോട്ട് ഇത് നമ്മൾ സുർസൂറിലെത്തുമോ ഫസ്? ഞാൻ ഇറങ്ങൂല. അത് പോക്കാ പോയെ. ഓ ഫാം. കൊള്ളാം. വാളെടുത്താൽ അങ്കക്കളി. ഒക്കെ അവിടെയൊക്കെ വ്യൂ. കാണുന്നില്ല. ഫ്രണ്ടില് പ്രൊപ്പല്ലർ ഉണ്ടായിട്ട് ഇവരിങ്ങനെ മുന്നിൽ നിന്ന് ഇങ്ങനെ ഡ്രൈവ് ചെയ്യുന്നത്. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു ഒരു ഫാമിങ്ങിനോ അങ്ങനെ എന്തോ ഇതിനൊക്കെ യൂസ് ചെയ്യുന്നത്. ഇവിടെ എവിടെയോ അതിനു വേണ്ടി എനിക്ക് തോന്നുന്നു ഒരു ചെറിയ റൺവേ ഉണ്ട്. സോ നമ്മള് ട്രക്ക് കഴിയാനായി എന്നാണ് വിചാരിക്കുന്നത്. കഴിയാനൊന്നായില്ല, ഇനി നടന്ന് നടന്ന് ഈ വില്ലേജ് താഴെയാണ് വില്ലേജ്. നമ്മൾ നല്ല ഹൈറ്റിലെത്തി. എത്ര കിലോമീറ്റർ നടക്കേണ്ടത്? ഞാൻ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് 1.52 കിലോമീറ്റേഴ്സ്.
ഇല്ലല്ലോ എന്നോട് ഒരു 1 hour മുന്നേ 2 kilometer കൂടെ ഉള്ളൂ എന്ന് പറഞ്ഞാൽ 1 hour മുന്നേ 4 kilometers നല്ല ട്രെയിൻ. ഹൈവേയിൽ നിന്ന് കുറേ ലിഫ്റ്റ് വെച്ച് പോസ്റ്റായി, ആരും മൈൻഡാക്കിയില്ല. എല്ലായിടത്തും ലിഫ്റ്റ് വയ്ക്കുന്നുണ്ടായി. നമുക്ക് എന്തായാലും വേറെ ഷോർട്ട് കട്ട് കിട്ടി. ഹൈക്കിങ് ES8 നമ്മൾ വന്നുകൊണ്ടിരുന്ന ട്രയൽ തന്നെ ഡയറക്റ്റ് സുർസുർ വില്ലേജിലേക്ക് ഉണ്ടായി. അപ്പോൾ നമ്മളത് വഴി പോവുക. മിലുവിനോട് ഞാൻ പറഞ്ഞതായിരുന്നു ലിഫ്റ്റൊക്കെ കയറി അവിടെ വന്നോ, ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാന്നൊക്കെ. മിലു എന്താണെന്നറിയില്ല. ഇതേ മിലു എന്താ പറയാനുള്ളത്? അല്ല, ഇതിപ്പോൾ നമ്മൾ 2 minute കൊണ്ട് എത്തും എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ. പക്ഷെ ഇതിപ്പോൾ നമ്മളിങ്ങനെ 30 minutes നടക്കാനുണ്ട്. 30 minutes ഒന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് എത്തും. ഏയ് ഗായ്സ്, ഒരു ചെറിയ കുട്ടിയല് ഹാംസ്റ്റർ. എന്തത്? അണ്ണാരക്കണ്ണനാണോ അത്? എലിനെ പോലെ ഉണ്ട്. ഇങ്ങോട്ടൊക്കെ ഒരു ബോള് പോലെ. ഗായ്സ്, നമ്മുടെ ഹൈക്കിംഗ് ഓൾമോസ്റ്റ് കഴിയാനായി. ഇനി ഇതാ താഴെ NH കാണുന്നുണ്ട്. ഒരു 500 meters കൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ സുർസുർ വില്ലേജ് എത്തും. നമ്മൾ എന്നിട്ട് ഫുഡ് കഴിക്കും. ഫുഡ് കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകാനുള്ള പരിപാടി. അതാണ് പ്ലാൻ. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളെ ഇന്നത്തെ ട്രെക്കിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി പോവുക, ജസ്റ്റ് ഒരു ബ്രഞ്ചും കഴിച്ചിട്ട് തിരിച്ച് റൂമിലേക്ക് പോവാം. അപ്പം സീ യു വിത്ത് അനദർ വ്ളോഗ്. ബൈ.